ഒരു 2 കിലോ ചിക്കൻ നമുക്കതൊരു ഷാലോ ഫ്രൈ ആദ്യം ചെയ്തിട്ട് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ അതിന് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് തന്നെ ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ആദ്യം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക്, വേപ്പില അതിൻ്റെ പേസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണ്, 1/2 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു ചെറിയ സ്പൂണ് മസാല, ഗരം മസാല ഇതിട്ട് ഇതിലൊന്ന് ഇട്ട വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കോഴിയിടാം. അതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് നന്നായി കയറി വരില്ല. അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ചെറുതീയിലിട്ടിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു ഷാലോ ഫ്രൈ ആയി എടുക്കാം. അതിന് ശേഷം നമുക്കിത് വീണ്ടും വേവിക്കണം. അപ്പം അങ്ങനെ ആയി വരണം. ഒരു 3 കരണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നന്നായി വരട്ടെ. ചിക്കൻ ആയി വന്നിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആയിട്ട് ഷാലോ ഫ്രൈ ആയിട്ട് ഒത്തിരി കൂടി നന്നായി ഇതായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് സവാള ഇട്ടാം. സവാള വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വഴന്ന് വരട്ടെ. സവാള ഒരു പകുതി വരെ വഴങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വേപ്പില ഉണ്ട് ഇട്ട് കൊടുത്ത് ചാലിച്ചത് നന്നായി വഴന്ന് വരട്ടെ. നന്നായി അതിൻ്റെ പച്ചമുളകൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളിടാം. പൊടികൾ എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, മല്ലിപ്പൊടിയും, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, കുറച്ച് ഗരം മസാലയും കേട്ടോ അതുള്ളത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. നമ്മൾ ഇതൊക്കെ അതിലും ചേർത്തിരുന്നു മല്ലിപ്പൊടി ഒഴിച്ചിട്ടാ. അപ്പോൾ പിന്നെ എത്രയും ആവശ്യമുണ്ട്. 2 കിലോ ചിക്കൻ ഉണ്ട്. നമ്മൾ എനിക്ക് ഇനി തക്കാളി ഇട്ടാണ്. തക്കാളി ഒരു 5 വലിയ തക്കാളി ഉണ്ട്. തക്കാളി വലിക്ക് നല്ലതാണ്. ഇതിൽ കിടന്നിട്ട് നന്നായി അതിന് നന്നായി വഴങ്ങുക. നമുക്ക് മൂടിയിട്ട് വേവിക്കാം. അതിൻ്റെ ഇടയിൽ വേപ്പില അതിൽ കിടന്ന് വഴന്നു വന്നോട്ടെ. അല്ല ഒന്ന് അതിൻ്റെ പച്ച അതിലിട്ടിട്ടുണ്ട്. വേപ്പില ഞാൻ ഇതിന് മുന്നേ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, പച്ചമുളക് പേസ്റ്റായിട്ട് അരക്കിട്ടതിൽ വേപ്പില അപ്പം ചേർക്കാൻ നമുക്ക് അടച്ച് വെച്ച് വേവിക്കും. ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ഇട്ടുണ്ട്. ഇത് കിടന്നിട്ട് നന്നായി ഒന്ന് അതിൽ കിടന്നൊന്ന് വേണം. വേഗം പറഞ്ഞാൽ നമ്മൾ ഒരുവിധം വറുത്ത പോലെ എടുത്തതാണ്. ഒന്നുകൂടി ഈ ഇതിൽ കിടന്നിട്ട് ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് ആയി വരട്ടെ. ഗ്രേവിയിൽ കിടന്നായി വരട്ടെ. അത് നമുക്ക് നോക്കാം.
നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. വെന്ത് വരാമെന്നല്ല, നന്നായി അതിൽ ഗ്രേവിയിലൊക്കെ യോജിച്ചിട്ടുണ്ട്. അപ്പം മല്ലിയില ഇട്ടു. ഇനി തീ ഓഫ് ചെയ്താണ്. അപ്പോൾ കുറുതായിട്ടൊരു ചാറും നല്ല അപ്പോൾ ആ ഗ്രേവിയിലൊക്കെ കിടന്ന് ചിക്കൻ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ വറുത്ത ചിക്കനും പിന്നെ അതുപോലെ ഗ്രേവി നല്ല ടേസ്റ്റായ ഗ്രേവിയും രണ്ടും കൂടി ചേർന്ന് നല്ല രസമുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.